ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ ബസ്സുകൾ നിരത്തിലിറക്കി KSRTC. ബസ്സുകളുടെ ഫ്ളാഗ് ഓഫും സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പഴയ യാത്രാനുഭവങ്ങളായി ഇറക്കി ചലച്ചിത്ര താരം മോഹൻലാലും ബസ്സുകൾ സന്ദർശിക്കാനെത്തി. സൗകര്യത്തിലും ഭംഗിയിലും പഴയ ബസ്സുകളെ മറികടക്കുന്ന രീതിയിലാണ് KSRTCയുടെ അത്യാധുനിക ബസ്സുകൾ നിരത്ത് കീഴടക്കാനൊരുങ്ങുന്നത്. ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്, ലിങ്ക്, വോൾവോ, AC സീറ്റർ കം സ്ലീപ്പർ, AC സ്ലീപ്പർ, AC സീറ്റർ, മിനി ബസ് എന്നീ വിഭാഗത്തിലാണ് പുതിയ ബസ്സുകൾ. KSRTC ഒരു പുതിയ തലത്തിലേക്ക് ഉയരുകയാണ്. അതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണിത്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനോടൊപ്പം ചലച്ചിത്ര താരം മോഹൻലാലും അത്യാധുനിക വോൾവോ ബസ്സിൽ യാത്ര ചെയ്യാനെത്തിയത് കൗതുകമായി. തിരുവനന്തപുരത്ത് ബസ്സിൽ സഞ്ചരിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണ് കൂടുതൽ സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പോഴേ ഇങ്ങനത്തെ ഇത്തരം ബസ്സുകളൊന്നും ഇല്ല. ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് മാറുകയാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ എസ്പെഷ്യലി മിസ്റ്റർ ഗണേഷ് കുമാറിന് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. KSRTCയുടെ മുഖച്ഛായ തന്നെ മാറുന്ന രീതിയിൽ 130 കോടി രൂപയുടെ വാഹനങ്ങളാണ് ഈ വർഷം നിരത്തിലെത്തുക. ഒരു ദിവസം 50 ലക്ഷം രൂപയുടെ അധിക വരുമാനം ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു. തുടർച്ചയായി അടുത്ത 6 മാസം വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എല്ലാ ബസ് ഡിപ്പോകളിലേക്കും ഈ വണ്ടികൾ പോകും. എയർ കണ്ടീഷൻ വണ്ടികളെല്ലാം ദീർഘദൂര സർവീസ് ആയിരിക്കും. പുതിയ ബസ്സുകൾ നിരത്തിലിറക്കുന്നതുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികളാണ് ഗതാഗത വകുപ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. നാളെ മുതൽ കനകക്കുന്നിൽ നടക്കുന്ന എക്സ്പോയിലും ബസ്സുകൾ പ്രദർശിപ്പിക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.